ഹായ് ഹലോ. ഇന്നൊരു വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. ഒരു വീഡിയോസൊന്നുമല്ല, ഒരു ചെറിയൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും വീഡിയോ എടുത്തതുമില്ല. മോർണിംഗ് എഴുന്നേറ്റതും വിശദ വിവരങ്ങളൊന്നും പറഞ്ഞിട്ട് വീഡിയോസൊന്നും ചെയ്തില്ല. മറ്റൊന്നുമല്ല, ഞാനൊരു 5 ഫോട്ടോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് 3 ആഴ്ച കൈ കുത്തിപ്പോയതുകൊണ്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. ഞാൻ 2 വീക്സ് റെസ്റ്റ് എടുത്തു. അപ്പം പിന്നെ വർക്കിലേക്ക് ഇറങ്ങി. അപ്പോൾ കൈ ഇന്നലെ രാത്രി ഭയങ്കര കടച്ചിൽ. അപ്പം മോനും അരുണും സ്ട്രിക്റ്റായിട്ട് അരുണിനെക്കാട്ടിലപ്പുറം മോനാട്ടോ. മോൻ ഇന്നലെ ഇങ്ങനെ കൈയൊക്കെ മസാജൊക്കെ ചെയ്ത് തന്നതാണ്. അപ്പം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഇന്ന് വരയ്ക്കാൻ നിൽക്കരുത്. പക്ഷേ പുറത്ത് വെയിലും മഴയും ഈ 2 കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് മനസ്സങ്ങോട്ട് വരയ്ക്കാതിരിക്കാൻ സമ്മതിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓനോട് വൈകിട്ട് വന്നാൽ ചീത്ത കേൾക്കും ഞാൻ വരച്ചാൽ, കാരണം കൈമേലൊക്കെ പെയിൻ്റ് ഉണ്ടാവും. അപ്പം ഞാൻ വെറുതെ എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന്, പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ ചീത്ത കേൾക്കുക എന്ന് പറയുന്നത്, നമ്മളൊന്ന് പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, മക്കൾ തന്നോളം വരുമ്പം നമ്മൾ പേടിക്കണം എന്ന് പറയാറുണ്ട്. അതേപോലെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഉൾക്കൊള്ളുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, എഴുന്നേറ്റ് നടക്കുക വെച്ചാൽ ബോറടിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുത്തിനെ വരച്ചാളും. അപ്പോൾ പിന്നെ എന്താക്കി, ഞാൻ മെല്ലെ അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിയിട്ടേച്ച്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കേണ്ട ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. 3 മണി അങ്ങാണ്ടായി, 3-3:30 എങ്ങാനായി. അപ്പോൾ ഇപ്പോൾ അവർ ക്ലാസ് വിട്ട് വരും. അപ്പോൾ മോൾക്കാണ്, മോന് പിന്നെ പ്രത്യേക ഇതൊന്നുമില്ല. മോള് ഞങ്ങളുടെ 2ആളെയും മാതിരിയല്ല. സ്കൂളിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടായാൽ ഭയങ്കര സന്തോഷമാണ്. മോന് പിന്നെ അറിയാം എനിക്ക് കൈ വയ്യാത്തതാണ്, അതുകൊണ്ട് വലിയ എക്സ്പെക്റ്റേഷനൊന്നും അവൻ കൊടുക്കാറില്ല. പക്ഷെ ഓക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ട്. അപ്പോൾ ബ്രെഡും മുട്ടയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രെഡും മുട്ടയൊക്കെ പൊരിച്ച് വെക്കാമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് പേടി, ഇനി ഇന്നും എനിക്ക് ചീത്ത കേൾക്കുക അവൻ്റെ കയ്യിൽ നിന്ന്. ഇന്നലെ ഞാൻ ചോറും കറിയൊക്കെ വെച്ചു. അവനങ്ങനെ ഒരു സ്വഭാവമുണ്ട്, വെറുതെ നമ്മൾ കൈക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ റെസ്റ്റ് എടുത്തിട്ടില്ലേ അവൻ പെട്ടെന്ന് ടെൻഷനാവുന്നൊരു സൈസാണ്. അവൻ്റെ പപ്പൻ്റെ സ്വഭാവമാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് കരുതി ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. എൻ്റെ വിവരങ്ങളിങ്ങനെ അറിയാതെ വിതുമ്പി നിൽക്കുന്ന കുറേ റിയാക്ഷൻകാരുണ്ടല്ലോ, അവർക്കൊരു കച്ചവടം എന്ന് പറയുന്നത് എന്നെ വിൽക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ അപ്ഡേഷൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ചിലപ്പം ഉറക്കം വന്നിട്ടില്ലെങ്കിലോ റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലോ, ഏതായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ഞാൻ മാതാപിതാക്കളെ ഹജ്ജിന് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാർക്കോ നെഗറ്റീവ് വീഡിയോ ഇടുന്നുണ്ട് എന്ന് തോന്നുന്നു. ആ നെഗറ്റീവിനനുസരിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് ഓർഡറുകൾ വരുന്നു, തളരരുത് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ നെഗറ്റീവ്സ് ഇടുന്ന ആൾക്കാരുടെ വിചാരം എല്ലാവരും അവരുടെ സൈഡാണ്, അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. അതെനിക്ക് നല്ല കാര്യമാണ്. അപ്പം ഞാൻ അതിനൊന്നും റിയാക്ഷൻ കൊടുക്കാൻ പോയിട്ടില്ല. റിയാക്ഷൻ കൊടുത്താൽ അവരിങ്ങനെ നെഗറ്റീവ് ഇടൂലല്ലോ. അപ്പോൾ പിന്നെ നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാതിരിക്കുന്നതിന് വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 കാരണങ്ങൾ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇന്നൊക്കെ എനിക്ക് ഓർഡർ വന്ന് 25,000-ൻ്റേതാണ്. താങ്ക് ഗോഡ്. ഇങ്ങനെ എന്നിട്ട് അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു കുട്ടി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊരു കാര്യം പറയാണ്, 50K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗൈസ് സന്തോഷമുണ്ട്. 800 സബ്സ്ക്രൈബേഴ്സ് കണ്ടും മതി. അപ്പോൾ ഇന്ന് ഞാൻ ലൈവിൽ വരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. ഇനി പിള്ളേരൊക്കെ വരട്ടെ, ചായയൊക്കെ കുടിക്കണം. അപ്പോൾ അവൾക്കുള്ള കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ അതാണ്. ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ടാണ് മുഖത്തൊരു ക്ഷീണം. അപ്പോൾ ബൈ ഫ്രം ജസ്ന സലീം.